അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ അഡൾട്ട് പ്ലേ ഗ്രൗണ്ട് എന്ന ബാങ്കോക്കിലെ നാനാ പ്ലാസയുടെ തൊട്ടിപ്പുറത്ത് ഒരു റോഡിനിപ്പുറം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ലോകമാണ്. ഒരു റോഡിൻ്റെ ഇരുപുറവുമുള്ള രണ്ട് ലോകങ്ങളിലെ കാഴ്ചകളും ഒപ്പം പൈസ മുഴുവൻ തീർന്ന് നാനാ പ്ലാസയിൽ പെട്ടുപോയ ഒരു ദിവസത്തെ അനുഭവങ്ങളുമാണ് ഇന്ന് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഹലോ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു മൂഡില്ല കേട്ടോ. കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഒറ്റക്കല്ലല്ലോ, ഒരു 10-26 പേരുണ്ടല്ലോ, ഒരു വലിയ ഗ്രൂപ്പാണല്ലോ. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ യൂഷ്വൽ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ആണെങ്കിൽ പോലും ആ ഒരു ടീമിൻ്റെ വൈബ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി. ഇപ്പോൾ ഞാൻ ഒറ്റക്കായിട്ടുള്ള മോർണിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാനാ പ്ലാസ എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. ആ ഭാഗത്തൊരു റൂമിലാണ് ഞാൻ താമസിച്ചത്. രാവിലെ നമ്മുടെ ഈ 7-Eleven വന്നിട്ട് ഒരു ചെറിയൊരു കേക്കും വാങ്ങി കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചിട്ടു. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ടിപ്പോൾ വീണ്ടും ഞാൻ റൂമിൽ പോയതിന് ശേഷം തിരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നാനാ പ്ലാസയാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ റൂം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പായിട്ട് വന്നതിൻ്റെ ലാസ്റ്റ് നൈറ്റ് ഗ്രൂപ്പ് മൊത്തം ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടോ. അതായത് ബാങ്കോക്കിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് ഏരിയയാണ് നാനാ പ്ലാസ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടുത്തെ ഒരു സംഭവം കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ വന്നിട്ട് റൂം എടുത്തത് കേട്ടോ. നൈറ്റ് ലൈഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയില്ല, അതായത് ചുവന്ന തെരുവ് എന്ന് നമ്മൾ പറയില്ലേ, അതിൻ്റെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ പട്ടായയിൽ പോകുമ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയോ അതിനേക്കാളൊക്കെ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രീറ്റൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ രാത്രിയിൽ നിറയെ സ്ത്രീകളായിരിക്കും കേട്ടോ. ഈ ലൈംഗിക തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നിറയെ സ്ത്രീകൾ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ കാത്തിട്ട് ഈ സ്ട്രീറ്റിലൊക്കെ നിൽക്കുന്നുണ്ടാവും. രാത്രിയിൽ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരിങ്ങനെ തിരിഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാത്രി ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സ്ത്രീകൾ ഇവിടെ സെക്സ് വർക്കേഴ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാനാ പ്ലാസ എന്ന് ഈ ഏരിയക്ക് പറയാൻ തന്നെ കാരണം, നാനാ പ്ലാസ എന്ന് തന്നെ പേരുള്ള ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സാധനങ്ങൾ വാങ്ങുന്ന കടകളൊന്നുമല്ല അതിനകത്തുള്ളത്. നൈറ്റ് ക്ലബ്ബുകളും ബാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതായത് അവിടെയുള്ള ബാറുകളിലും ഉള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സ് വർക്കേഴ്സ് തന്നെയാണ്. അവിടുന്ന് ആളുകൾക്ക് അവരെ ചൂസ് ചെയ്യാനുള്ള ഒരു സ്ഥലം ആയിട്ടാണ് കേട്ടോ ഈ നാനാ പ്ലാസേനെ കണക്കാക്കുന്നത്. പക്ഷെ ഞാനിവിടെ വന്ന് റൂം എടുക്കാനുള്ള കാരണം അതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു 2 മുഖമുണ്ട് ഈ ഒരു ഏരിയക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഒരുപാട് സ്ട്രീറ്റുകൾ, ഏരിയകൾ, റെഡ് ലൈറ്റ് ഏരിയകൾ തായ്ലൻഡിൽ ഉടനീളം ഉണ്ട് കേട്ടോ. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, അതായത് സെക്സ് ടൂറിസം ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നാനാ പ്ലാസ എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടുത്തെ ഒരു കാഴ്ച ശരിക്കും കാണേണ്ടത്. ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ 2 ഭാഗത്തൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമായിരിക്കും കേട്ടോ. ഇവിടെ ഈ നൈറ്റ് ക്ലബ്ബുകളും ബാറുകളൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. അതും ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഇങ്ങനെ സംസാരിച്ച് നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ബഹളമായിരിക്കും. ഇതാണ് കേട്ടോ നാനാ പ്ലാസ. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷോപ്പിംഗ് മാൾ എന്ന് പറയാവുന്ന സാധനം നാനാ പ്ലാസ ഇതാണ്. അതിന് താഴത്തെ എഴുതിയ സംഭവം കണ്ടോ, നാനാ പ്ലാസ ദ വേൾഡ്സ് ലാർജസ്റ്റ് അഡൾട്ട് പ്ലേ ഗ്രൗണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് തന്നെ. അതായത് നൈറ്റ് ക്ലബ്ബുകളാണ്, ബാറുകളാണ്. അപ്പോൾ അവിടുന്ന് ബാർ ഗേൾസിനെ ഈ ആവശ്യക്കാർക്ക് ചൂസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഈ നാനാ പ്ലാസ കാരണം തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയക്ക് മൊത്തം ആ ഒരു പേര് വന്നത്. ഈ ഒരു ഏരിയയിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകളുടെ നിറയെ കൗണ്ടേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയുള്ള ഇന്ത്യൻ നൈറ്റ് ക്ലബ്ബുകളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടി നടന്നിട്ട് ഇപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തൊന്ന് പോകണം. നമ്മളിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട ഒരു ജീവിതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഘടകവിരുദ്ധമായ ഒരു സംഭവമാണ് നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ഇവിടെയാണ് ക്രോസ് ചെയ്ത് കേട്ടോ. കുറച്ചിങ്ങോട്ട് ഈ മെയിൻ റോഡിൽ കൂടെ മുമ്പിലേക്ക് വന്നു. ഇനി നേരെ ഇങ്ങോട്ട് ഇടത്തോട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അതായത് സുഖംവിറ്റ് സോയ് 3/1 എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ഏതോ ഒരു നാട്ടിൽ എത്തിയ പോലത്തെ ഒരു ഫീൽ കിട്ടും നമുക്ക് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടുത്തെ കടകളുടെയൊക്കെ ബോർഡുകളൊക്കെ അറബിയിലൊക്കെ എഴുതിയിരിക്കുന്നത്. അതോ
മൊത്തത്തിൽ നമ്മൾ ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള ഒരു ഉള്ളിലേക്ക് കയറിയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രീറ്റിലേക്കൊക്കെ പോയ പോലെ നമുക്കൊരു ഫീല് കിട്ടും. ഇതാണ് അറബ് സ്ട്രീറ്റ്, അറബ് സോയ് എന്ന് പറയും. ഗല്ലി എന്നൊക്കെ പറയില്ല, ഗല്ലി, അതാണ് സോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അറബ് സോയ് അഥവാ അറബ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ അന്ന് രാത്രി നടന്നു വരുന്ന സമയത്ത് കുറേ അറബ് ഫുഡുകൾ കിട്ടുന്ന, അറേബ്യൻ ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കാരണം അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ ഓരോ ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ അറേബ്യൻ ഫുഡ് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നിട്ടാണ്. അവരൊക്കെ പോയതിന് ശേഷം ഞാൻ രാത്രി ഒരു ബൈക്ക്, അതായത് ബൈക്ക് ടാക്സി എടുത്തിട്ട് ഈ ഏരിയയിൽ വന്നിട്ട് റൂം എടുത്തു കേട്ടോ. റൂം കിട്ടിയത് പക്ഷേ അപ്പുറത്താണെന്ന് മാത്രം. അപ്പോൾ ഇന്നലെ രാത്രിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. കുറേ ലബനീസ് റെസ്റ്റോറൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ യമൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പണ്ട് മുതലേ ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അതായത് മെഡിക്കൽ ടൂറിസം ആണ് പ്രധാനപ്പെട്ടത്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് സർജറികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ പേര് അറബ് നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നത് കൊണ്ട് ഒരിക്കൽ 80കളിലാണെന്നാണ് ഞാൻ വായിച്ചത്, ഒരാളൊരു അറബ് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അത് ഭയങ്കര ഹിറ്റായി. അത് ഈ ഏരിയയിലായിരുന്നു. അതിന് ശേഷം വേറെ 2-3 വർഷം കഴിയുമ്പോൾ വേറെ റെസ്റ്റോറൻറ്റ് വന്നു. ആ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ, ഷെഹ്റാസാദ് എന്ന് പറയും. അതും ഭയങ്കര ഹിറ്റായി. അതിനുശേഷം അറബികൾക്ക് വേണ്ടിയിട്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഒരുപാട് കടകൾ ഇവിടെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബികൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ അവർ ഈ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലുകൾ വന്നു. അങ്ങനെ ക്രമേണ ഈ ഒരു ഏരിയ ഒരു അറബ് സ്ട്രീറ്റായിട്ട് മാറിയതാണ്. ഇപ്പോൾ ശരിക്കും ഈവനിങ് ഒക്കെ നമ്മൾ ഈ വഴിക്ക് നടക്കുകയാണെങ്കിൽ, ഈ സമയത്ത് അധികം ഇല്ല കേട്ടോ, വൈകുന്നേരമൊക്കെ ഈ വഴി നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു അറബ് നാട്ടിൽ പോയ പോലെ തന്നെയാണ്. അതായത് 90% എബോവ് ആളുകളും അറബ് നാടുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും, പൗരന്മാരായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ കണ്ടോ, ഈ ഒരു കടയുടെ ബോർഡ് അറബിയിലാണ്. ഇത് അറബിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇത് പെർഫ്യൂം ഷോപ്പാണ്. മിക്കവാറൊക്കെ പെർഫ്യൂമിൻ്റെ കടകളും അതുപോലെ ഈ ഊത്, അത്തറ് അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, ഞാനിവിടെ ഇത് അറബ് സ്ട്രീറ്റ് ആയതുകൊണ്ട് വന്നതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ തൊട്ടടുത്ത് ഒരു റോഡിൻ്റെ അപ്പുറത്തും 2 ഡിഫറെൻറ്റ് കൾച്ചർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചില ആൾക്കാർ ഇനി അവൻ തായ്ലൻഡിൽ പോയിട്ടും അറബ് അന്വേഷിച്ച് പോയേക്കണമെന്ന് പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കൾച്ചറുകൾ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഇവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇവിടെ ATM ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പൈസ എടുക്കണം കേട്ടോ. ഇൻക്വയറി ട്രാൻസ്ഫർ വിത്ത്ഡ്രോവൽ 10,000 എടുത്താൽ പൈസ കിട്ടിയില്ല കേട്ടോ. എന്തോ ഒരു എറർ പറഞ്ഞു, നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ, പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. പക്ഷേ അതിൻ്റെ ചാർജ് എത്രയെന്ന് അറിയോ? അതായത് നമ്മൾ എത്ര എമൗണ്ട് എടുക്കുകയാണെങ്കിലും 220 ബാത്ത് അതിൻ്റെ ചാർജസ് ആവും കേട്ടോ. അതായത് 220, 440, 550 രൂപ ഒരു ട്രാൻസാക്ഷന് പൈസയാവും. അതിപ്പോൾ നമ്മൾ 10,000 ബാത്ത് എടുക്കുകയാണെങ്കിലും ശരി, 20,000 ബാത്ത് എടുക്കുകയാണെങ്കിലും ശരി. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇതൊരു അൽ ഹുസൈൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് ബംഗ്ലാദേശി റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഷവർമ്മയുടെ സംഭവങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു യമനി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പെട്ര റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്, പെട്ര. നമുക്ക് അവിടെ ഈ സമയത്ത് എന്താണ് അവൈലബിൾ ആവാൻ നോക്കാം. ഇവിടെയൊക്കെ ഈ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഇങ്ങനെ മെനു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം നമുക്ക് അവരുടെ ഒരു പ്രൈസ് റേഞ്ച് എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം കയറാൻ പറ്റും. ഭയങ്കര സ്വീകരണമൊക്കെ ഉണ്ടോ. നമ്മളെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരിച്ചിട്ട് ഒരു മെനു വന്നിട്ടുണ്ട്. മെനുവിൽ നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ മന്തി, സുർബിയാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അറേബ്യൻ ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മന്തി പറഞ്ഞിട്ടുണ്ട്. യെസ്, സൂപ്പ് കിട്ടി. ഇതാണ് പിന്നെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പ് തരും. സൂപ്പ് അത് അടിപൊളിയായിരിക്കും എപ്പോഴും. നൈസ് ടേസ്റ്റ് കേട്ടോ. സൂപ്പ് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മന്തി വന്നു കേട്ടോ. ചിക്കൻ മന്തി വന്നു, ഇവിടെ ആയിട്ടുണ്ട് സംഭവം. അതിൻ്റെ കൂടെ എന്തൊക്കെയോ സംഭവങ്ങൾ വേറെ ഉണ്ട്. ചട്നിയൊക്കെ ഉണ്ട്. സ്മെല്ല് തന്നെ അടിപൊളിയാണ് കേട്ടോ.
നല്ലതാണ്, അടിപൊളി. 300 ബാത്താണ് ചിക്കൻ മന്തിക്ക്. അടിപൊളിയായിരുന്നു. ഒരുപാട് റൈസ് ഉണ്ട്, എനിക്ക് കഴിച്ചിട്ട് തീരുന്നില്ല, അത്രയും റൈസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഹാഫ് കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ ഹാഫിൻ്റെ ഓപ്ഷൻ ഇല്ല. 300 ബാത്തിന് ഭക്ഷണം കഴിച്ചു. 300 ബാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 600-750 രൂപയോളം വരും കേട്ടോ. വേറൊരു കോമഡി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൈസ കിട്ടുന്നില്ല, ATM നിന്ന് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ പറയാണ്, ബാങ്കിൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വഴി നോക്കുമ്പോൾ എൻ്റെ മൊബൈൽ പ്ലാന് എക്സ്പയർ ആയി. ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്കുള്ളത് എടുത്തതാണല്ലോ, അത് എക്സ്പയർ ആയി. അത് റീചാർജ് ചെയ്താലാണ് ഇപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് റീചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പൈസ അല്ല. എന്താ ചെയ്യാൻ പറ്റുകയെന്നൊരു ഐഡിയ ഇല്ല. 2 കടകളിൽ ഞാനിപ്പോൾ പോയി ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരൊന്നും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നില്ല. എല്ലാ പണിയും കൂടി ഒരുമിച്ചാണ്. ഇത് ശരിക്കും ഈ ഒരു അറബ് സ്റ്റേറ്റിൻ്റെ എൻഡാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു കടയുണ്ട്, ഈ മണി എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കട. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. ഇവർ ചെയ്തു തരും കാർഡ് വെച്ചിട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആളില്ല. ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് പോവാൻ വിചാരിച്ചിറങ്ങിയതാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ പൈസ ഇല്ലാതെ എങ്ങനെ പോകും എന്താണെന്നറിയില്ല. ഇവിടെ ഈ മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടകളിൽ പോലും അവിടെ മണി എക്സ്ചേഞ്ചും അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ പോലും അവർ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. എൻ്റെ 2 ഡെബിറ്റ് കാർഡും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ എല്ലാ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ ഈ കാർഡ് യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പൈസ വിഡ്രോ ചെയ്യും. ചാർജ് പോവും, എന്നാലും നമുക്കത് ഭയങ്കര സൗകര്യമാണ്. പക്ഷേ ഇതെന്ത് പറ്റിയെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിയിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിനകത്തൊരു കഫേയാണ്, അവിടെ ഇരുന്നിട്ട് ശരീരം തണുപ്പിക്കട്ടെ, തണുപ്പിച്ചിട്ട് വല്ല ഐഡിയയും കിട്ടുമെന്ന് നോക്കട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലേ. ഹായ് ബ്രദർ. Hello. ഹലോ. How you sir? യുവർ നെയിം? Yo. Yo. യോ. Yes. ഇരിക്കാൻ ചെയറിട്ടപ്പോൾ ഞാനിവിടെ കൂടെ ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ അടുത്ത്. അദ്ദേഹം ബൈക്ക് ടാക്സി കൊടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് ചോദിച്ചു. ഞാൻ ആക്ച്വലി ഇന്ന് തെരുവിലാണല്ലോ. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പുള്ളിയുടെ താമസിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി 500 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ അടുത്ത് എവിടെ പുള്ളി വാടകയ്ക്ക് താമസിക്കാൻ അത്ര. ഹൗ മച്ച് യു ഗെറ്റ് വൺ ഡേ? One day. One day 2000 baht. Okay, 2000 ബാത്താണ്. ഇസ് ദാറ്റ് ഇലക്ട്രിക് ബൈക്ക്? Yeah. Oh, no expenses. No. Full of profit. Yeah. 2000 ബാത്തൊക്കെയാണ് ഒരു ദിവസം അവർ ഓടുന്നത്. ബൈക്ക് ടാക്സി ഉണ്ട്. അത് ഭയങ്കര സൗകര്യമാണ്. ഇവിടെ നമുക്ക് ചെറിയ പൈസക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. എന്തായാലും കൊള്ളാം. 2000 ബാത്ത് പറയുമ്പോൾ ഏകദേശം 5000 ഇന്ത്യൻ മണിയാണ് പുള്ളി ഒരു ദിവസം ബൈക്ക് ടാക്സി ഓടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവർക്ക് എന്തോ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ഈ പോസ്റ്റിന് ഒരു നമ്പറൊക്കെ കണ്ട, ഒരു ടോക്കൺ നമ്പർ കണ്ട തൂക്കിയിട്ടേക്കണം. 8 ഇവർ നമ്പർ 8. അത് വെച്ചിട്ട് എന്തോ സിസ്റ്റം പറഞ്ഞു കേട്ടോ. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ബൈക്ക് ടാക്സി. ഇതിൽ മിക്കവാറും വണ്ടികളൊക്കെ ഇലക്ട്രിക്കാണ്. നമ്മുടെ നാട്ടിൽ പച്ച നമ്പർ പ്ലേറ്റുള്ള പോലെ അങ്ങനത്തെ ഒരു മാറ്റമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വണ്ടി കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയൊന്നുമില്ല. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബൈക്ക് ടാക്സി അതുപോലെ തുക്കൊക്കെ നിർത്തിയിട്ടേക്കണത്. ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ, സി യു. ഓക്കെ, നമ്മുടെ പൈസൻ്റെ പ്രശ്നത്തിന് വൈകുന്നേരത്തോടെ ഒരു സൊല്യൂഷൻ ആവും എന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ഒരുപാട് ദൂരേക്കൊന്നും പോകാനും പറ്റില്ല. ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് അവിടെ നിൽക്കേണ്ടി വരും. വരുവാണെങ്കിൽ അവിടെ ഹോട്ടലിലൊന്നും ക്രെഡിറ്റ് കാർഡ് എടുക്കണില്ലെങ്കിൽ ഞാൻ പെട്ടു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല. ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടോ, മെഡിക്കൽ കനാബിസ് ഡിസ്പെൻസറി. അതായത് പട്ടായ വന്ന മുതൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. കഞ്ചാവിൻ്റെ കടകളാണ്. ഇത് നമുക്ക് ഇല്ലീഗലാണെങ്കിലും ഇവിടെ ഇത് ലീഗലാണ് കേട്ടോ, കുഴപ്പമില്ല. അതുകൊണ്ട് ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ കാണും. ഞാനിപ്പോൾ ആക്ച്വലി ഈ ഷോപ്പിനകത്ത് കയറിയിട്ട് ഇവരുടെ അടുത്ത് സംസാരിച്ച് ഇവരോട് പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കണ്ടോ, കഞ്ചാവ് കൊണ്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല, കഞ്ചാവിൻ്റെ വിവിധ ഐറ്റംസ് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേറെ ഏതോ സ്ഥലത്ത് ഇത് കഞ്ചാവ് കൊണ്ടുണ്ടാക്കിയ കേക്കുകളോ അങ്ങനത്തെ ബിസ്ക്കറ്റ്സോ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഞ്ചാവിൻ്റെ വിവിധ സംഭവങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഓരോ ഐറ്റംസും ഓരോ ഗുണങ്ങളാണ് നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതിൻ്റെ എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മെനു ഉണ്ടായിരുന്നു. മെനു ഓക്കെ
പ്രധാനമായിട്ടും 3 ആയിട്ട് തിരിച്ചിട്ട് അതിനകത്ത് കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഓരോന്നും പറയുന്നത് ഇപ്പോൾ ഒന്ന് കണ്ടോ, റെഡ്യൂസസ് ആങ്സൈറ്റി, ഇംപ്രൂവ്സ് സ്ലീപ്പ്, പെയിൻ റിലീഫ്. ഒരൈറ്റം വലിച്ചു കഴിഞ്ഞാൽ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും, പെയിൻ റിലീഫ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒന്ന് ക്രിയേറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, എനർജറ്റിക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഓരോ ഐറ്റത്തിനും ഓരോ റിസൾട്ടാണ് അത്രേ. ഇവിടെ ഇങ്ങനെ കണ്ടോ അതിൻ്റെ സാമ്പിൾസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടോ ഇവിടുത്തെ കഥ. ഒരുവിധം എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള മരുന്നായിട്ട് ഇവരിത് യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. സെക്ഷൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജോയിൻറ്റ് എന്ന് പറയില്ല, അതായത് ചുരുട്ടി ഉണ്ടാക്കി കൊടുക്കൂലേ, അത് ചെയ്തു കൊടുക്കും. 1 ഗ്രാമിന് 80 ബാത്തിൽ തുടങ്ങിയിട്ട് 160 ബാത്ത് വരെ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ വില കേട്ടോ. ഓർഡർ പ്രകാരം അവരത് ബീഡി പോലെ ആക്കിയിട്ട് തരും. ഇതതിൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടോ, MRTൻ്റെ ഉണ്ട്. MRTൻ്റെ ബിൽഡിംഗ് ആണ്. MRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ മെട്രോ ട്രെയിനൊക്കെ പോലത്തെ അണ്ടർഗ്രൗണ്ടും അതുപോലെ എലിവേറ്റഡും ഒക്കെ ആയിട്ടുള്ള ട്രാക്കിൽ കൂടി പോകുന്ന ഒരു ട്രാൻസിറ്റ് സംവിധാനമാണ്. അതിൻ്റെ ഹെഡ് ഓഫീസോ മറ്റോ ആയിരിക്കും. ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. MRT ശരിക്കും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ നട്ടെല്ലാണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറേ സമയം വെറുതെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അതായത് ഒന്നാമത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരാളിനോടൊരു കഥ പറഞ്ഞു, കഥയല്ല ഇവിടെ ഉണ്ടായ സംഭവമാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ടൂറ് വന്നവരിൽ പെട്ട കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യന് ഇവിടുന്ന് ഒരു അപകടം പറ്റി. ആക്ച്വലി അപകടമല്ല, പുള്ളിക്ക് എന്തോ ഒരു വയ്യായ്മ തോന്നി, പിന്നെ നടന്നു പോയപ്പോൾ പിന്നെ വീണപ്പോൾ ഹോസ്പിറ്റലിലാക്കി. വെന്റിലേറ്ററിലായിരുന്നു അത്രേ. 4 ദിവസം എങ്ങാണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കടന്നപ്പോൾ അതേ രക്ഷപ്പെടാത്ത കണ്ടീഷനാണ്, മരിച്ചു. 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർക്ക് അവിടെ 4 ദിവസത്തിന് വേണ്ടിയിട്ട് ചിലവായി എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസസ് ഭയങ്കര ഭീകരമാണ്. മെഡിക്കൽ ടൂറിസം ഭയങ്കരമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഈ ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ എക്സ്പെൻസ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ വരുന്ന ആൾക്കാർ മിക്കവാറുമൊക്കെ പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതല്ലാതെ ഒറ്റക്കൊക്കെ വരുന്ന ആൾക്കാർ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ വിട്ടുപോകരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ അതിനകത്ത് കവറാകുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുക, അസുഖം വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം അത്രയും എക്സ്പെൻസാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പിക്കാണ്ട്, അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ ഓർത്തത്, ഇപ്പോൾ നമ്മൾ അറബ് സ്ട്രീറ്റിൽ പോയപ്പോൾ കണ്ട ആൾക്കാരില്ലേ, അവരിൽ വലിയൊരു ശതമാനം ഇവിടെ വരുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് തായ്ലൻഡിനെ അപേക്ഷിച്ചിട്ട് ബാങ്കോക്കിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കുറവായിരിക്കും കേരളത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചിലവ്. എന്നിട്ടും നമുക്ക് ഇത്രയും അറബികളെ ഒന്നും അല്ലെങ്കിൽ വിദേശികളൊന്നും അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനെ ആയിരിക്കും കേട്ടോ. അതായത് മുൻപിൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിലുള്ള പുള്ളി അവിടെ മെഡിക്കൽ ടൂറിസം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റ്, അതായത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരു ആൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് അടിയിൽ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വയനാട്ടിലേക്കോ എങ്ങോട്ടോ ടൂറ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ അത്രേ. കുറച്ച് മുമ്പാണ് കേട്ടോ. പകുതി വഴി പോയിട്ടില്ല, കുറച്ച് വഴി പോയപ്പോഴത്തേക്കും പുള്ളിക്ക് പേടിയായി എന്ന് പറഞ്ഞു. റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട്, റോഡിൽ നമ്മുടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയും റോഡിൻ്റെ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് പേടിയായിട്ട് വേണ്ട തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചിലവ് കുറവായതുകൊണ്ട് ഇവിടെ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ നമുക്ക് അങ്ങോട്ട് ആകർഷിക്കാനൊക്കെ പറ്റും. മഴ വരാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ കണ്ടോ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക ഞാൻ വേറെ ഷോപ്പിൽ കണ്ടായിരുന്നു. ഈ ഒരു കവർ കണ്ടോ, ഇത് അത്യാവശ്യം ഉണ്ടല്ലോ. 50 ബാത്താണ് പറഞ്ഞത് കേട്ടോ. ഇത് ലാഭമാണ് കേട്ടോ. നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടിൽ നേരത്തെ പോയ സമയത്ത് അവിടുന്ന് 50 ബാത്തിന് 10 ചുളയാണ് കേട്ടോ കിട്ടിയിരുന്നത്. ആൾക്കാർ വാങ്ങിയിരുന്നു. ഇത് 1/2 കിലോ ആണ് 50 ബാത്ത്. അതായത് 1/2 കിലോ ചക്കച്ചുള 125 രൂപ. വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ. ഈ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഇവിടുത്തെ വലിയൊരു ആശ്വാസം കേട്ടോ. അങ്ങനത്തെ ഈ കട്ട് ഫ്രൂട്ട്സ് കിട്ടുന്ന കടകൾ നമ്മളിങ്ങനെ ക്ഷീണിക്കുമ്പോൾ ജസ്റ്റ് ഒരു പോർഷൻ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം കിട്ടും. 50 ബാത്തിന് ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭം തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിച്ചാൽ മതി. കൊള്ളാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു ടുക് ടുക് എന്ന് പറയുന്ന വണ്ടീനെ പറ്റിയിട്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പോയി. ഇതാണ് കേട്ടോ ആ വണ്ടി. ഇത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ വലിയ സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നൊരു വണ്ടിയാണ്. ആക്ച്വലി ഈ വണ്ടിയിൽ പോകുന്നതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് സാധാരണ ടാക്സിയിൽ പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ആളുകൾ അത് പ്രിഫർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ടൂറിസം ആക്ടിവിറ്റി പോലെയാണ്. ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു ടുക് ടുക് റൈഡ് എടുക്കുക എന്നുള്ളത് ഒരു ടൂറിസം ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ഭയങ്കര ലൗഡായിട്ട് പാട്ട് വെക്കും. പിന്നെ ആ വണ്ടീൻ്റെ തന്നെ ഒരു വല്ലാത്ത സൗണ്ടാണ്, ബും ബും എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവും. പിന്നെ അതിന് വേറെ പ്രത്യേകത, എന്ത് ട്രാഫിക് ഉണ്ടെങ്കിലും അവരെങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കൊള്ളിച്ച് പൊയ്ക്കോളും എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും കുറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് 300 ബാത്തിന് ഈ വണ്ടിയിൽ പോകുന്ന ആ ഒരു ദൂരം നമുക്ക് സാധാരണ ടാക്സിയിൽ AC ഒക്കെ ഇട്ടിട്ട് 200 ബാത്തിന് പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മൊത്തത്തിൽ കോമഡിയാണ് കേട്ടോ. അതായത് ഞാനൊരു വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഒരാൾ സ്കൈ ഡൈവ് ചെയ്യാണ്, ഫ്ലൈറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടുകയാണ്, ഒന്നുമില്ലാതെ പാരഷൂട്ടൊന്നും ഇല്ലാതെ ചാടുകയാണ്. അയാളുടെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പുറകെ പാരഷൂട്ടുമായിട്ട് ഒരാൾ ചാടും, അയാൾ വന്നിട്ട് അയാളെ പിടിക്കും എന്നുള്ള ധൈര്യത്തിലാണ് അയാൾ ചാടുന്നത്. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയതാണ് കേട്ടോ. അതുപോലെയാണ് ഞാൻ. അതായത് എനിക്ക് സുഹൃത്തിനെ കിട്ടി, ഒരു മലയാളീനെ കോണ്ടാക്ട് കിട്ടി. അദ്ദേഹം എനിക്ക് വൈകുന്നേരം രാത്രി എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പൈസ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇവിടെ എനിക്ക് തായ് ബാത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൽ അയാൾ വരും എന്നുള്ള ധൈര്യത്തിൽ ഞാനിവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു ബെഡ് എടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. അവിടെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഹോസ്റ്റൽ ശരിക്കും കാണണം കേട്ടോ. ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയാണ്. ഞാൻ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ പരമാവധി ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു റൂമിൽ 6-10 ബെഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് 10 ബെഡിൽ ആളുണ്ടെങ്കിൽ 10 രാജ്യക്കാരായിരിക്കും. നമുക്ക് അവരൊക്കെ പരിചയപ്പെടാനും അവരുടെയൊക്കെ എക്സ്പീരിയൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതും പിന്നെ ഇങ്ങനെ ലാഭമാണ്. 300 ബാത്തിൽ താഴെ മതി നമുക്ക് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ. സാമ്പത്തിക ലാഭമുണ്ട്. പൈസ കുറവാണെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ താമസിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ നിങ്ങൾക്ക് നാനാ പ്ലാസയിലെയും അറബ് സ്ട്രീറ്റിലെയും ആ സമയത്തുള്ള അവസ്ഥ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. ഒരു ഗ്രാബിൻ്റെ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി വന്നിട്ട് നമുക്ക് നാനാ പ്ലാസയിലൊന്ന് പോവാം. അവരെ ബുദ്ധിമുട്ടിക്കാതെ അവിടുത്തെ ഒരു രാത്രിയിലെ സിറ്റുവേഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ നമ്മുടെ സുഹൃത്ത് വന്നിട്ടോ. ഇപ്പോൾ 2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് നാനാ പ്ലാസയിലേക്ക് പോകാൻ. എത്ര രൂപയെന്ന് അറിയുമോ? രൂപയല്ല, ബാത്ത് 31 ബാത്തുള്ളൂ. 31 ബാത്തിന് നമുക്ക് അവിടെ എത്തും. ഒരാളൊക്കെ നമ്മൾ ഭയങ്കര രസമാണ്. അവിടെ കാറ്റ് കൊണ്ട് സുഖമായിട്ട് പോവുകയും ചെയ്യാം. ഇതുവരെ ഞാനിങ്ങനെ പെട്ടിട്ടില്ല കേട്ടോ ഈ പൈസൻ്റെ കാര്യത്തിൽ. ഞാൻ എപ്പോഴും കുറച്ചെങ്കിലും ഡോളേഴ്സ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെക്കാറുണ്ട്. ഇപ്രാവശ്യം അതുമില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് പൈസ ഇല്ലാതെ ബാങ്കോക്കിൽ. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും കേട്ടോ, പറയണ്ടേ വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കുറേ പേരുണ്ടാവും ഇവിടെ മലയാളികളൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രാബിലെ സുഹൃത്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടോ. ആക്ച്വലി നമ്മുടെ നാനാ പ്ലാസ എന്ന് പറയുന്ന ആ ഏരിയ ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരണമെങ്കിൽ ഒരു 10 മണി കഴിയണുണ്ടോ. ഇപ്പോൾ അധിക സമയം ആയിട്ടില്ല, ഇപ്പോൾ 8 മണി ആവുന്നേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ. നമ്മൾ അറബ് സ്ട്രീറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഈ റോഡ് അങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയിട്ട് ആ ഭാഗത്തേക്കാണ്, അങ്ങോട്ടായിട്ടാണ് നമ്മുടെ നാനാ പ്ലാസ. ഈ ഭാഗത്തേക്കാണ് ഞാൻ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അറബ് സ്ട്രീറ്റ്. നമുക്ക് ഈ രാത്രിയിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ തിരക്കൊന്ന് നോക്കിയേ. ഈ 8 മണി സമയത്തുള്ള ഇവിടുത്തെ തിരക്ക് കണ്ടോ. ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് കണ്ടോ. എന്തോ ഒരു തിരക്കാണ് നോക്കി. ഇതാ ഇങ്ങനെ ഉണ്ടോ ശരിക്കും എൻട്രി ചെയ്യാം. ഞാൻ ഒരു റോട്ടിൽ കൂടി മാത്രമേ രാവിലെ പോയുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കുറേ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തിരക്ക് തന്നെയാണ് കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ ബാഗുകളുടെയും മറ്റുള്ള ഈ ഫാൻസി ആഭരണങ്ങളുടെയും ഇലക്ട്രോണിക് സാധനങ്ങളുടെയും ഡ്രസ്സിൻ്റെയും ഒക്കെ ഷോപ്പുകളാണ്. അവിടെയൊക്കെ തിരക്കുണ്ട്. അവിടെ ആ കാണുന്നതൊക്കെ അതൊക്കെ ബാഗുകളുടെ ഒക്കെ തന്നെ. ബാഗുകൾ, ഡ്രസ്സുകൾ, പെർഫ്യൂംസ്, ഊത്, അത്തർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കടകളാണ് കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു മണമാണ്, പെർഫ്യൂമിൻ്റെ ഒക്കെ മണമാണ് കണ്ടോ. റെസ്റ്റോറൻറ്റുകൾ, ഓപ്പൺ റെസ്റ്റോറൻ്റാണ് ഇതൊക്കെ.
ഇവിടെ ഇതാ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇത് കുട്ടികളെ കൊണ്ടൊക്കെ കണ്ടോ ആൾക്കാർ. ഇതൊക്കെ പുറത്തുനിന്ന് വന്നവരാണ് കേട്ടോ, അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇത് ഭൂരിപക്ഷം പേരും ഞാൻ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വന്നവരാണ്. കണ്ടോ, നമുക്കിവിടെ നിന്ന് ഈ സ്ട്രീറ്റിൽ കൂടി ആ അറ്റം വരെ നടന്നതിന് ശേഷം ഞാൻ ആ നാനാ പ്ലാസേൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. ആ ഒരു ഡിഫറൻസ് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് മാറുന്നതെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങോട്ട് ചെല്ലുമ്പോൾ. എന്തായാലും ഈ ഭാഗത്തേക്ക് വന്ന സ്ഥിതിക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് നോക്കാം. കണ്ടോ എന്ത് ലൈവാണ് ഇത്, നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്ട്രീറ്റിൽ ഭയങ്കര വെളിച്ചമാണ്, നല്ല ലൈറ്റ് ഉണ്ട്. നാനാ പ്ലാസയിൽ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ശരിക്കും ഒരു അരണ്ട വെളിച്ചമാണ് കേട്ടോ. അത് ഓരോ പർപ്പസിന് അങ്ങനെ വേണം. അവിടെ അങ്ങനത്തെ വെളിച്ചം തന്നെ ആവശ്യമുള്ളൂ, അവിടെ ഭയങ്കര വെളിച്ചം ആവശ്യമില്ല. അത് തന്നെയാണ് അതിൻ്റെ ശരി. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് ആ റെസ്റ്റോറൻറ്റൊക്കെ ഇപ്പോൾ കടന്നു പോയിട്ടോ. കുറച്ച് കുട്ടികൾ അവിടെ നിന്നിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു പെട്ടിയൊക്കെ വെച്ചിട്ട് അവിടെ കുറേ കുട്ടികൾ നിന്നിട്ട് എന്തോ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു ഇറാഖി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ അൽ യമൻ അൽ സയ്യിദ്, ഓപ്പോസിറ്റ് വീണ്ടും ഒരു യമൻ റെസ്റ്റോറൻറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ കഥകളൊക്കെ. കുറച്ച് നേരമായിട്ടൊരു തവളേൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ, ഒരു തവള കരയുന്ന സൗണ്ട്. വെർ ഇസ് ദ ഫ്രോഗ് സൗണ്ട്? ഫ്രോഗ് നമ്മൾ പാടത്ത് കൂടെ പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ടില്ലേ, ശരിക്കും ഇതൊരു തവളേൻ്റെ സംഭവം തന്നെ ഉണ്ട്. തവള പോലെ ഉണ്ടാക്കിയൊരു ടോയാണ്. അതിൻ്റെ സൗണ്ട് കണ്ടോ, കറക്റ്റാണ്. കറക്റ്റ് ഫ്രോഗ് സൗണ്ട്. ഹൗ മച്ച് ഫോർ ദിസ്? 400 ബാത്ത്. ആ ഓക്കെ ഓക്കെ, 1000 ഇന്ത്യൻ രൂപ ഉണ്ടോ. സംഭവം കൊള്ളാം. ഈ റോട്ടിൽ നിന്ന് ഇതാ ഇതുപോലുള്ള ഗല്ലികൾ കുറേ ഉണ്ട് കേട്ടോ. ആ വഴിക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ 8:30 മണിയായി സമയം കേട്ടോ. നമുക്കെന്തായാലും അപ്പുറത്ത് നാനാ പ്ലാസയിൽ നിന്ന് പോയി നോക്കാം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണാം കേട്ടോ. ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ആ പാക്കേജിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെയാണ് വന്ന് നിന്നത്. ഇവിടെ നിന്നാണ് ഞാൻ ആകെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ അപ്പുറത്ത് നമ്മൾ ആ ഹോസ്റ്റലിൻ്റെ സ്ഥലത്തില്ലേ, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ ജസ്റ്റ് റേറ്റൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നത്, ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ഈ ഭാഗത്ത് അറബ് സ്ട്രീറ്റിലാണെങ്കിലും നാനാ പ്ലാസയിലാണെങ്കിലും ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്രയും വിലയില്ല കേട്ടോ. അതായത് 100 ബാത്തിൻ്റെ ഒന്നും ഭക്ഷണം നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയാൽ ഒന്നും നമുക്ക് കാണാനേ പറ്റില്ല. ഒക്കെ 200, 250, 300 ബാത്തേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെയൊന്നല്ല, അടിപൊളിയാണ്. ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. പക്ഷേ ഷിബുയ ക്രോസിങ് ഒരു 10-25 പ്രാവശ്യം ക്രോസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ തിരക്കാണോ അല്ലേ? ഇതേ ഇപ്പോൾ നമ്മളിങ്ങോട്ട് ക്രോസ് ചെയ്തു കേട്ടോ. ഇവിടെ ഇനി ക്യാമറ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്, കാരണം ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ലേഡീസ് ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതുണ്ടാവും. അവർക്ക് ഈ ക്യാമറ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഈ വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് കേട്ടോ. ക്യാമറ കാണുമ്പോൾ അവരിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയല്ല, പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിൽ. ഇവിടെ ഞാനത് ക്യാമറ എടുത്തിട്ടില്ല പുറത്തേക്ക്, അതുകൊണ്ടത് അറിയില്ല എന്താണ്. അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ കൂടുതലും നൈറ്റ് ക്ലബ്ബുകളും ബാറുകളും ഈ ലേഡീസ് നിൽക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാണ്. അപ്പുറത്താകുമ്പോൾ ഭയങ്കര മ്യൂസിക്കാണ്, എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല, ഒന്നും കേൾക്കില്ല. ഇതാണ് കേട്ടോ നാനാ പ്ലാസ. ഇതാണ് ആ ബിൽഡിങ്. അതാണ് ഞാൻ രാവിലെ കാണിച്ചു തന്നല്ലേ, വേൾഡ്സ് ലാർജസ്റ്റ് അഡൾട്ട് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് ലോക്കൽസിന് എന്തോ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താലേ എൻട്രി ഉള്ളൂ. വിദേശികൾക്കാണെങ്കിൽ പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഫോട്ടോ വീഡിയോ ഒക്കെ നിരോധിച്ച സ്ഥലമാണ്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ
എന്തോ ഫൈൻ ഉണ്ട്. അതിന് പുറമെ പാസ്പോർട്ടൊക്കെ കൊടുത്താണല്ലോ കയറുന്നത്. നമുക്ക് ഫോട്ടോ എടുത്ത ആൾക്ക് ആജീവനാന്ത കാലം വിലക്കാണ്. പിന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ആജീവനാന്ത കാലം വിലക്ക് അപ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫൈൻ ഇടുന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് അതിനകത്ത് ആരും ഫോട്ടോ എടുക്കില്ല. അതിനകത്ത് ഫോട്ടോ മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ ക്യാമറ ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. അവരെപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ് ഇത്രേ. അപ്പം നമുക്ക് എന്തായാലും ഈ വഴിക്ക് ഇങ്ങനെ പോയി നോക്കാം കേട്ടോ. ഇതാണ് സ്ട്രീറ്റ്. ഇവിടെ ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പെൺകുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ കാത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുവഴി നടന്നു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് നടക്കുന്നത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്തോ ഒരു കംഫർട്ടില്ല അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ. ശരിക്കും നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് കേട്ടോ. അത് കാരണം അധികം ആൾക്കാരില്ല മീൻസ് ആ സ്ട്രീറ്റിലധികം ലേഡീസ് നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. ഇപ്പൊ ചെറിയ മഴയുണ്ട്. എൻ്റെ അമ്മോ, ഈ കറണ്ടിൻ്റെ എന്തോ സാധനത്തിൻ്റെ അടുത്താണ് പോയി നിൽക്കണേ. ഇപ്പം ഈ മഴയുള്ള സമയത്ത് ഈ ഗ്രാബിൻ്റെ ബൈക്ക് വിളിച്ചാൽ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ വന്നാലും മഴ കൊണ്ട് പോവേണ്ടി വരും. ഞാനേ ഗ്രാബിന്റെ ബൈക്ക് വന്നിട്ട് അവനെന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ നമ്മൾ ആ നേരത്തെയുള്ള ആ സ്ട്രീറ്റിൽ കൂടി തന്നെ പോണത്. അപ്പൊ ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും അവരുടെ കൺട്രി അങ്ങനെ വിളിച്ചു പറയാണ്. കൊറിയൻസ്, തായ്ലാൻഡ്, ഇന്തോനേഷ്യ. അങ്ങോട്ട് പോയപ്പോൾ 31 ഭാഗത്തായത്, ഇങ്ങോട്ട് 47 കേട്ടോ. അതായത് ചെറിയ മഴ ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ. മഴയൊക്കെ പെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ റേറ്റ് കൂടുമല്ലോ. ഈ ബൈക്ക് ടാക്സി അത്രയ്ക്ക് അങ്ങോട്ട് സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഇത്തിരി ഡേഞ്ചറസ് വരവായിരുന്നു അവൻ്റെ വരവ്. അതായത് പുള്ളി, ഞാൻ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞപ്പോൾ പുള്ളി തും പാസ് ആയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി പാട്ടൊക്കെ പാടിയിട്ട് നല്ല പിടിപ്പിക്കലായിരുന്നു. ഈ ട്രാഫിക് സിഗ്നൽ ഓപ്പൺ ആകുമ്പോൾ ഉണ്ടല്ലോ, മുൻഭാഗം ഫുള്ള് കാലി കിടക്കുകയില്ലേ. അപ്പോൾ ഭയങ്കര വിടലാണ്. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്, റോഡൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ഹെൽമെറ്റ് ഇല്ല, വലിയൊരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സേഫായിട്ട് എത്തി, പ്രശ്നമൊന്നുമില്ല. ആക്ച്വലി ഞാനിപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ പൈസ സംഘടിപ്പിച്ചത് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സംഘടിപ്പിച്ച പൈസ ഉണ്ട്. ഒരു സെറ്റപ്പിൽ അവിടുന്ന് സംഘടിപ്പിച്ചതാണ്. അപ്പോൾ രാവിലെ ഇനി പൈസ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ സുഹൃത്ത് ഒരുപാട് ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാളെ രാവിലെ പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും കഴിക്കണം. ഞാൻ അടുത്ത അവിടെ നിന്ന് ചെറിയ തായ് ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്തായാലും ഇന്ന് പൈസ ഇല്ലാത്ത ഒരു ബാങ്കോക്ക് ദിവസമാണ് കടന്നു പോയത് കേട്ടോ. നാളെ എന്തായാലും നമ്മൾ വീണ്ടും പൈസക്കാരനാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. നമ്മൾ ഇന്ന് പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് നാളെ പോകാൻ പറ്റും എന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലിലേക്ക് പോട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോട്ടെ. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ.